Good morning, all. Good Good morning. morning. Good morning. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് അംബിക മാം ആണ്. മാം പോളിടെക്നിക് റിട്ടയർഡ് ലെക്ചർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ മാം. ഓക്കെ സജന മാം. ഒന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ മോളെ? ചെയ്യാം. പോസ്റ്റർ. ഓക്കെ, താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് കാണാം. ഓക്കെ. അപ്പോ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ എൻ്റെ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിൻബിൾ അക്കാദമിക്ക് എസ്പെഷ്യലി ഫൈസൽ സാറിനും അതിൻ്റെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നമ്മുടെ സജ്ജന മാമിനെയൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് 5:30 ഓപ്പൺ ചെയ്ത് 5:20 5:25 ഓപ്പൺ ചെയ്യണമല്ലോ. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. കാരണം ഒരു ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എപ്പോഴും കിടന്നുറങ്ങാനാണ്, മഴക്കാലമൊക്കെ അല്ലേ. ഇപ്പൊ ഇവര് ഇതൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. അപ്പൊ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും, പിന്നെ ഇന്ന് എന്നെ കേൾക്കുവാൻ എത്തിയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പൊ എന്റെ ടോപ്പിക് എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. കെയ്സൺ റഡാർ ചാർട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കേസിനൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ മാം? സൂസൻ മാം. കേസിനൊക്കെ എല്ലാവർക്കും അറിയാം. കേസിന് എന്ന് പറഞ്ഞാല് ഒരു ജപ്പാനീസ് കോൺസെപ്റ്റ് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എങ്കിലും കേസൻ റഡാർ ചാർട്ട് അറിയാമോ മാം? കേട്ടിട്ടുണ്ടോ? ഞാൻ അത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല. കൈസൺ എന്താണെന്നറിയാം. ഓക്കെ. അപ്പൊ കേസൺ റഡാർ ചാർട്ട് എന്താന്ന് നോക്കാം. അതൊരു ഒരു ടൂളാണ്. അതൊരു അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. പേഴ്സണാലിറ്റി അസസ്മെന്റ്, പിന്നെ ഇൻഡസ്ട്രിയൽ അസസ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ടൂള്, അത്രേ ഉള്ളൂ. അപ്പൊ അത് കേസൺ എന്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ജപ്പാനീസ് കോൺസെപ്റ്റ്സ് നമുക്കറിയാം. അതിലൊന്നാണ് കേസൺ എന്ന് പറയുന്നത്. ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് കേസൺ. ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, സ്മോൾ ഇംപ്രൂവ്മെന്റ് അവരി ഡേ ലീഡ് ടു എ റിമാർക്കബിൾ സക്സസ്. അതാണ് കേസൺ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മുടെ വീടുകളിലെ എല്ലാവരുടെയും വീട്ടില് എനിക്കതിന് ജപ്പാനീസിന്റെ ഒരു ബുക്കെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫിലോസഫീസ് ഉണ്ട് അവരുടെ. അപ്പൊ അവർക്ക് ഏതൊക്കെയാണ്? കിഗായി, കൈസൻ, സോഷിൻ എന്നൊക്കെ പറഞ്ഞ വാബി സാബി, ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഞാൻ വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടി കാണിക്കുന്നേ എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പൊ വാട്ട് ഈസ് കേസൺ? കേസൺ എന്ന് പറയുമ്പോൾ അതിന്റെ കെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്, സെൻ എന്ന് പറയുമ്പോൾ ഗുഡ് എന്നാണ്. അപ്പം ചേഞ്ച് ഫോർ ബെറ്റർ, നല്ലതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറിയ ചേഞ്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, നമ്മൾ ഡേ ബൈ ഡേ ഒരു ബെറ്റർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് പോകുക. ടുഡേ ബെറ്റർ ദാൻ യെസ്റ്റർഡേ ആൻഡ് ടുമോറോ ബെറ്റർ ദാൻ ടുഡേ. അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് ഉള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരെയും നമ്മളുടെ ഇംപ്രൂവ്മെന്റിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫിയാണ് ഈ കേസൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ജപ്പാനീസിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം ജപ്പാനീസിനെ കുറിച്ചിട്ട്. അവരുടെ ഒരു എന്താ പറയാ, സർവൈവലിനെ കുറിച്ചിട്ട് അല്ലെ. വേൾഡ് വാർ സെക്കൻഡിന് ശേഷവും സുനാമി, ദെൻ എർത്ത്, ഇതൊക്കെ അവര് എല്ലാ കലാമിറ്റീസിനെയും അവര് സർവൈവ് ചെയ്ത് ഇപ്പോ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് വളർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിലോസഫി ഫോളോ ചെയ്യാത്ത ഒരു രാജ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം
ഈ കെയ്സൺ എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫിയാണ്. അത് നമ്മൾ മാനുഫാക്ചറിങ് മിക്കവാറും അത് ഓർഗനൈസേഷനിലും ഇൻഡസ്ട്രീസിലും ഒക്കെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജപ്പാനീസ് ഇൻഡസ്ട്രിയിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് വളരെ അധികമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് നോക്കാം. ഒരുപാട് കമ്പനീസ് ഈ ഒരു ഈ കെയ്സൺ എന്ന് പറയുന്ന ഈ ഇംപ്രൂവ്മെന്റ് ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് വിജയം വരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇംപ്ലിമെന്റ് ചെയ്തത് ടൊയോട്ടയാണെന്നാണ്. അത് കഴിഞ്ഞ് ഹോണ്ട, സുബിഷി, ഈ കമ്പനീസ്, ഇതൊരു എക്സാമ്പിൾ കാണിച്ചത് മാത്രം. ഇത്തരത്തിലുള്ള ഒരുപാട് ജപ്പാനീസ് കമ്പനീസ് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ്, അപ്പൊ ഫസ്റ്റ് ഇത് വന്നത് ടൊയോട്ടയിലാണ്. ടൊയോട്ട അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഹൈബ്രിഡ് കാർ എന്ന കോൺസെപ്റ്റ് ആണ് ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പൊ അതിൽ വൻ വിജയം കൊണ്ടുവരാൻ ഈ ഒരു ടൊയോട്ട ഫാക്ടറിക്ക് സാധിച്ചു. അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വേസ്റ്റ്, ഇംപ്രൂവ് ക്വാളിറ്റി, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, റെഡ്യൂസ് കോസ്റ്റ്, ഇംപ്രൂവ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. അപ്പൊ റിസൾട്ട് ടൊയോട്ട ബിക്കം വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയതിന്റെ കാര്യം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് കെയ്സൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ മെനി ലീഡിംഗ് ഇന്ത്യൻ കോർപ്പറേഷൻ അവിടെ നമുക്കും അറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും ഈ കെയ്സൺ ടെക്നിക്ക് നമ്മള് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ മൺകലങ്ങളൊക്കെ ഇല്ലേ, ഈ മൺകലങ്ങളൊക്കെ ഇപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഈ മൺകലങ്ങളുടെ ഒരു നിർമ്മാണം ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കിയാൽ പോലും ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം പണ്ടൊക്കെയാണ് നമ്മുടെ ഈ മൺകലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിടിയോ അങ്ങനെ ഒരു ഹാൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ഒരു എന്താ പറയാ ഒരു മാറ്റം എന്ന് പറയാം, ചേഞ്ചസ്. അത് ഡേ ടു ഡേ ചേഞ്ചസ് ആണ്. അവർക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊരു ചേഞ്ചും ഇംപ്രൂവ്മെന്റും എല്ലാ ഫീൽഡിലുള്ളവരും കൊണ്ടുവരുന്നുണ്ട്. അത് ആക്ച്വലി അതൊരു കേസൻ തന്നെയാണ് അത്. അപ്പം മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ മണ്ണ് ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ വണ്ടർഫുൾ ആയിട്ട് മനോഹരമായിട്ട് അതിന്റെ ഹാൻഡിലൊക്കെ പിടിപ്പിച്ച് ഓരോ മൺപാത്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവര് മാർക്കറ്റ് ആ രീതിയിലാണ് ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഈ കെയ്സൺ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആദ്യമായി കൊണ്ടുവന്നത് ജപ്പാൻകാരാണ്. അത് എല്ലാ നാട്ടിലും ഇപ്പൊ അത് നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെനി ലീഡിങ് കമ്പനീസ് നമ്മുടെ ഇന്ത്യയിലും വളരെയധികം കമ്പനീസ് ഈ ഒരു കെയ്സൺ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റാൻ ആയാലും ഏഷ്യൻ പൈൻസ്, എലാൻറ്റി, റിലയൻസ്, ഓൾ ആർ ദ എക്സാമ്പിൾസ് ഫോർ ദിസ് implementation of this concept. Okay, thank you. Next one. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് കെയ്സന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്മോൾ ഡെയിലി ഇംപ്രൂവ്മെന്റ്സ്, എലിമിനേറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, നമ്മളിപ്പം ഒരു ടൈലറിങ് എടുത്താൽ തന്നെ അത് ലാർജ് സ്കെയിലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ അവർ വേസ്റ്റ് ഇല്ലാതാക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വണ്ടർഫുൾ ആണ്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ എങ്ങനെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്ന്? റീന, അരുൺ, ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കേട്ടിട്ടുണ്ട്, ഇത് ഗൾഫിലൊക്കെ അപ്പൊ ഇത് ചെയ്യുന്നത്. ഓക്കെ, അതെ അതെ അതെ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ ടീം വർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത്. അതുപോലെ നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുക. അതുപോലെ സ്റ്റാൻഡേർഡ്സ്, സക്സസ്ഫുൾ പ്രാക്ടീസസ്, പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്. അപ്പൊ സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് ക്രിയേറ്റ് ബിഗ് റിസൾട്ട് എന്നുള്ളതാണ് കെയ്സന്റെ ഒരു മെസ്സേജ് തന്നെ. ഓക്കെ, അപ്പൊ കെയ്സൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിനകത്ത് ഡിഫറെന്റ് അതിന്റെ ഒരു സൈക്കിൾ പറഞ്ഞാൽ
പ്ലാൻ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം, ഒരു പ്രോബ്ലം വന്നാൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇംപ്ലിമെന്റ് ദ ഇംപ്രൂവ്മെന്റ്, എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ചെക്ക്, അത് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യുക. ദ റിസൾട്ട് ഇറ്റ് ഈസ് ഓക്കെ ഓർ നോട്ട് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ആക്ട്, സ്റ്റാൻഡർഡൈസ് ആൻഡ് ഇംപ്രൂവ് ഫർദർ ആൻഡ് ഫർദർ ഇംപ്രൂവ്മെന്റ് ആണ്. ഒരു സൈക്കിളാണ് അത്, ഇംപ്രൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയാണ് ഈ കെയ്സൺ മൂവ്മെന്റ് എന്ന് പറയുന്ന, ഇതാണ് കെയ്സൺ സൈക്കിള്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് കെയ്സൺ, വെയർ ക്യാൻ ബി കെയ്സൺ അപ്ലൈഡ്. ഇനി എവിടെയൊക്കെ നമുക്ക് കെയ്സൺ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾക്ക് എല്ലായിടത്തും കെയ്സൺ അപ്ലൈ ചെയ്യാം. ഇൻഡസ്ട്രീസില്, മാനുഫാക്ചറിങ്, ക്വാളിറ്റി കൺട്രോൾ, പ്രൊഡക്ഷൻ, ഹെൽത്ത് കെയറിലും നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. പേഷ്യന്റ് സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, വർക്ക് ഫ്ലോ, ഈ ഇവിടെയെല്ലാം ഈ ഒരു ഫീൽഡുകളിലെല്ലാം നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷനിൽ ടീച്ചിങ് മെത്തേഡ്സ്, സ്റ്റുഡന്റ് ലേണിംഗ്, അഡ്മിനിസ്ട്രേഷൻ, പേഴ്സണൽ ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് ഈ കെയ്സൺ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഹെൽത്ത്, സ്റ്റഡി ഹാബിറ്റ്സ്, ടൈം മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, എല്ലാത്തിലും നമുക്ക് കെയ്സൺ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം എന്തൊക്കെയാണ് ഈ കെയ്സന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ബെറ്റർ ക്വാളിറ്റിയാണ് നമ്മുടെ ലിവിങ്, ഏതൊരു ഫേമിലായാലും, ഇപ്പൊ മീൻസ് ഓർഗനൈസേഷനിലായാലും പേഴ്സണൽ ലെവലിലായാലും അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലായാലും ബെറ്റർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് കോസ്റ്റ് എന്തായാലും അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോസിബിൾ ആണ്. വേസ്റ്റേജ് ഉണ്ടാവില്ല. ബെറ്റർ ടീം വർക്ക്, നമുക്ക് തന്നെ ഒരു കോപ്പറേഷനും ടീം വർക്കും ബെറ്റർ ആക്കാനും ഈ ഒരു കെയ്സൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മൂലം സാധ്യമാണ്. പിന്നെ പേഴ്സണലി നോക്കിയാൽ സെൽഫ് ഡിസിപ്ലിൻ, നമുക്കൊരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും കണ്ടിന്യൂസ് ലേണിങ്ങും ബെറ്റർ ഹാബിറ്റ്സ്, ഇംപ്രൂവ്ഡ് കോൺഫിഡൻസ്, ഇതാണ് പേഴ്സണൽ ലെവലിൽ ഒരു എംപ്ലോയി. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി ആണെങ്കിൽ ഈ കെയ്സൺ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ പേഴ്സണലി ആ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു കോൺസെപ്റ്റിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു തരത്തിലുള്ളതായാലും ഇത് വളരെയധികം അക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുള്ള ഒരു ഫിലോസഫി അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇനി ഞാൻ പോകുന്നത്, അപ്പൊ ഇതൊക്കെയാണ് കെയ്സൺ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇനി ഞാൻ പോകുന്നത് കെയ്സൺ റഡാർ ചാർട്ടിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ കെയ്സൺ റഡാർ ചാർട്ട് എന്ന് പറഞ്ഞാല് ഒരു വിഷ്വൽ അസസ്മെന്റ് ആണ്. അത് നമ്മളിപ്പോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. മീൻസ് നമ്മള് ഹിസ്റ്റോഗ്രാം ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, മാത്സ് ഒക്കെ പഠിച്ച എല്ലാവരും നമ്മൾ ഹിസ്റ്റോഗ്രാം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കിയാൽ തന്നെ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് ദ ഇംപ്രൂവ്മെന്റ്, ഓരോരുത്തരുടെ ലെവൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ കെയ്സൺ റഡാർ ചാർട്ട്. എല്ലാവരും ഒരു ബുക്കും പേപ്പറും കയ്യിൽ കരുതുക, ഒരു റഡാർ ചാർട്ട് ഒന്ന് വരച്ചു നോക്കാം, വാട്ട് ഇറ്റ് ഈസ് എന്നൊന്ന് നോക്കാം. ഓക്കെ, റെഡിയാണോ? തെറ്റായാലെങ്കിലും ബുക്കും ഒരു ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ കെയ്സൺ റഡാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ വിഷ്വൽ സെൽഫ് അസസ്മെന്റ് ടൂൾ ആണ്. നമ്മളിപ്പം ഒരു സെൽഫ് അസസ്മെന്റ് ടൂള് അത് ഇൻഡസ്ട്രിയൽ ലെവലിലും പേഴ്സണൽ ലെവലിലും നമുക്ക് യൂസ് ചെയ്യാം. മെഷർ ആൻഡ് ഓർഗനൈസേഷൻസ് ഓർ ടീംസ് പെർഫോമൻസ്, ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എവിടെ നിൽക്കുന്നു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് ഉപയോഗിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒരു ചാർട്ട് നോക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൽഫ് അസസ്മെന്റ് ടൂളാണ് റഡാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ. ഇത് റഡാർ ചാർട്ട് എന്ന് പറയാറുണ്ട്, അതുപോലെ വെബ് ചാർട്ട് എന്ന് പറയാറുണ്ട്, സ്പൈഡർ ചാർട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്താണ് അങ്ങനെ പറയണമെന്ന് നോക്കാം. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് കറണ്ട് ലെവൽ പെർഫോമൻസ് ഇൻ ഡിഫറെന്റ് ഡയമെൻഷൻസ്, പല ഡയമെൻഷൻസിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കറണ്ട് ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ ലെവലിലാണ്, ഏതൊക്കെ പോയിന്റിലാണ്, അല്ലെങ്കിൽ ഏത് ഡയമെൻഷനിലാണ് ആ ഒരു വ്യക്തി ഇംപ്രൂവ് ചെയ്യേണ്ടത്, പ്രോഗ്രസ്. ഇനി പല ഡിഫറെന്റ് ചാർട്ടുകൾ വരുമ്പോൾ നമുക്ക് പ്രോഗ്രസ് ഓവർ ടൈം ബീയിങ് ആ വ്യക്തിക്ക് എന്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് കാണാനും കഴിയും. അപ്പൊ എൻകറേജ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് റാദർ ദാൻ വൺ ടൈം ചേഞ്ച്. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ജമ്പ് ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ മീൻസ് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഇത് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം.
ഇപ്പോ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് സെൽഫ് അസസ്മെന്റ് ടൂൾ ആയിട്ടാണ് ഞാനിപ്പോ അത് കാണിക്കാൻ പോകുന്നത്. അപ്പോ ഒരു 10 ഡയമെൻഷൻസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ ആണ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഡിസിപ്ലിൻഡ് ലൈഫ്, നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡയമെൻഷൻ ഡിസിപ്ലിൻ ആണ്. സെക്കൻഡ് ഇംപ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ്. നമ്മൾക്ക് പുതിയതായിട്ട് ഒരു കാര്യം വേണം, ബെറ്റർ വേസ്, അല്ലെങ്കിൽ നമ്മുടെ രീതികളൊന്ന് മാറ്റിപ്പിടിക്കണം, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. അതിന് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണോ നമ്മൾ? പലരും ആ ഒരു മൈൻഡ് സെറ്റിലൊന്നും ആയിരിക്കില്ല, ഇത് ഇങ്ങനെ അങ്ങ് പോകണം എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. അപ്പോൾ ക്വാളിറ്റി, നമ്മൾ ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് പലതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ, ഞാനിപ്പോൾ റിട്ടയർഡ് ആണ്, അവിടെ ആയാലും നമ്മൾക്കറിയാം ഒരുപാട് സ്റ്റാഫുകളെ നമുക്ക് പരിചയമുണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ഈ ഇമ്പ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ് എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം ആരും ഒരു ചേഞ്ച് കൊണ്ടുവരാനോ പുതുതായിട്ട് എന്തെങ്കിലും ഒരു അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ആരും വില്ലിങ് അല്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ തന്നെ അസസ് ചെയ്യുക, നമുക്ക് എത്രയുണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ് അത് നോക്കുക. അടുത്ത് ക്വാളിറ്റി, ഐ ഡു മൈ വർക്ക് കെയർഫുള്ളി. നമുക്കറിയാലോ നമ്മുടെ വർക്ക് നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ക്വാളിറ്റി. പ്രോബ്ലം സോൾവിങ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എത്രത്തോളം അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അതിനുള്ള കേപ്പബിലിറ്റി എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിങ്. ഇന്നവേഷൻ, ന്യൂ ഐഡിയാസ് കൊണ്ടുവരിക എന്നുള്ളതാ. അപ്പൊ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഇതുമായിട്ട് പറയാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ടാവും. മീൻസ് ഇന്ന് ഓർഗനൈസേഷൻ ആയാലും എന്ത് ഇൻഡസ്ട്രി ആയാലും നമുക്ക് പുതിയതായിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ചെറിയ ചെറിയ ഒരു സ്ഥാപനമാണ് അവരുടേതെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവിടെ നോക്കുക, നമുക്ക് നമ്മൾ ആ ഇന്നോവേഷൻ എത്രത്തോളം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ടീം വർക്ക്, നമുക്കൊരു ടീം വേണമല്ലോ, നമ്മൾ തനിച്ചായിരിക്കില്ല. ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഏത് ഓർഗനൈസേഷൻ ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എവിടെയായാലും, ഈവൻ ഒരു ചെറിയ ഒരു ടൈലറിംഗ് ഷോപ്പ് ആയിക്കോട്ടെ, മീൻസ് നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. അപ്പൊ ടീം വർക്ക്, ഞാൻ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ടീമിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് നമുക്ക് അതൊക്കെയാണ് അടുത്തത്. നെക്സ്റ്റ് വൺ 10 ഡയമെൻഷനാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഒരുപാട് കേസ് ആൻഡ് ചാർട്ടുകൾ ഉണ്ട് ഇതിനകത്ത്. പേഴ്സണൽ അസസ്മെന്റിന്റെ ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 7th വൺ ലീഡർഷിപ്പ് ആണ്. എനിക്ക് ഒരു കാര്യം വന്നാൽ എല്ലാവർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, ഏതൊരു പേഴ്സൺ ആയാലും അത് വേണം. അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എനിക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്, അതാണ് ലീഡർഷിപ്പ്. അടുത്ത് ടൈം ആൻഡ് റിസോഴ്സ്, ഞാൻ എൻ്റെ ടൈമും റിസോഴ്സ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, അത് ബുദ്ധിപരമായിട്ടാണോ ഞാൻ യൂസ് ചെയ്യുന്നത്, അതാണ് 8. 9 ലേണിംഗ്, ലേണിംഗ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാണോ എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഞങ്ങള് കുറച്ച് പേരുണ്ട്, ഞാനും സുസമ്മൊക്കെ കുറച്ച് സീനിയേഴ്സ് ആണ്, ബാക്കി ആരൊക്കെയാണെന്ന് അറിയില്ല. അപ്പൊ അവരൊക്കെ എത്രത്തോളം നമ്മളിപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഐ കീപ് ലേണിംഗ് ന്യൂ തിങ്സ്. സസ്റ്റൈനബിലിറ്റി അതറിയാലോ, നമ്മള് വേസ്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ സസ്റ്റൈനബിലിറ്റി എത്രത്തോളം കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ 10 ഡയമെൻഷൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, 10 ഓക്കെ അല്ലേ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ 10 ഡയമെൻഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ അസസ്മെന്റ് ടൂളാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് വരയ്ക്കുക. മീൻസ് 10 ഡയമെൻഷൻ. ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ, സെക്കൻഡ് വൺ ഇംപ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ്, തേർഡ് വൺ ദിസ് ക്വാളിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇന്നോവേഷൻ, ടീം വർക്ക്. ചുമ്മാ ഒന്ന് വരച്ചാൽ മതി. അത് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 5 റേറ്റിംഗ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും 5 അല്ല 10 ഒക്കെ വെക്കുന്നതുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ആണ്. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയെ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഡയമെൻഷൻ അല്ല, അതിന് വേറെ ഡയമെൻഷൻസ് ആണ്. ഞാൻ എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം. അപ്പൊ ഇത് പേഴ്സണൽ അസസ്മെന്റ് ടൂൾ ആയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഡിസിപ്ലിൻ, ഇംപ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ്, ക്വാളിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇന്നോവേഷൻ, ടീം വർക്ക്, ലീഡർഷിപ്പ്, ദെൻ ടൈം ആൻഡ് റിസോഴ്സ്, ലേണിംഗ്, സസ്റ്റൈനബിലിറ്റി. ഈ 10 ഡയമെൻഷൻസ് വെച്ചിട്ട് നമ്മൾ 5 റേറ്റിംഗ് സ്കെയിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ നീഡ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഫസ്റ്റ് സർക്കിൾ വരുന്നത് നീഡ് ഇംപ്രൂവ്മെന്റ് ആണ്. സെക്കൻഡ് വൺ ഫെയർ, ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ലാന്ന് പോകുന്നുണ്ട്. തേർഡ് വൺ ഗുഡ് ആണ്. ഫോർത്ത് വൺ വെരി ഗുഡ്. ഫിഫ്ത്ത് വൺ എക്സലന്റ്. ഇതാണ് സ്കെയില് വരിക, റേറ്റിംഗ് സ്കെയില്.
ഓക്കെ ആണല്ലോ? റഫായിട്ട് അങ്ങ് വരച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റില് എനിക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ അല്ലേ? അപ്പം എന്റെ ഡിസിപ്ലിൻ എവിടെ നിൽക്കുന്നു? ഫെയർ ആണോ, നീഡ്സ് ഇംപ്രൂവ്മെന്റ് ആണോ, ഫെയർ ആണോ, ഗുഡ് ആണോ, വെരി ഗുഡ് ആണോ, എക്സലന്റ് ആണോ? അപ്പൊ ഫെയർ ആണെങ്കിൽ മീൻസ് ഏതില്? 3-ല് വന്നിട്ട് ഒരു ഡോട്ട് ഇടാം. 3-ലൊരു ഡോട്ട് ഇടാം. ഫെയർ ആണ്. ഗുഡ് ആണെങ്കിൽ മീൻസ് ഞാൻ അത് കാണിച്ചു തരാം, കാരണം ഒരുപാട് ടൈം നമുക്കില്ല, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ ഒരു ടൂള് ഞാൻ എന്റെ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ മീൻസ് ഞാനിപ്പോ ആദ്യത്തെ ഡിസിപ്ലിന് ഞാൻ എത്ര സ്കോറാ കൊടുത്തിട്ടുള്ളത്? വെരി ഗുഡ് ആണെന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡിസിപ്ലിൻ വെരി ഗുഡ് ആണ്. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇട്ടു. നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ്. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് അത്ര ഇംപ്രൂവ്മെന്റ് കുറച്ചും കൂടി വേണം. അത് ഞാൻ ഗുഡിലാണ് നിൽക്കണേ. നെക്സ്റ്റ് ക്വാളിറ്റി. ക്വാളിറ്റി ഞാൻ എവിടെയാ നിൽക്കുന്നത്? വെരി ഗുഡിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ്, അതും വെരി ഗുഡ്. ഇന്നവേഷൻ അതവിടെ നിൽക്കുന്നു നോക്കുക. അടുത്തത് ടീം വർക്ക്, അതിനൊരു പോയിന്റ് ഇടാം. അത് ഇൻ ബിറ്റ്വീൻ ഒക്കെ ആവാട്ടോ, ഇവിടെ തന്നെ ആ സർക്കിളിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഇൻ ബിറ്റ്വീൻ ആണോ, നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി അത് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നീക്കിയിടാം. അത് പെർസെന്റേജ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്കെയിലിങ് പെർസെന്റേജ് ആയിട്ട് വിടാം. നെക്സ്റ്റ് ലീഡർഷിപ്പ്, ടൈം ആൻഡ് റിസോഴ്സ്, ലേണിംഗ്, സസ്റ്റൈനബിലിറ്റി. ഓക്കെ. ഓക്കെ അല്ലോ അല്ലെ? ഇനി ഒരുപാട് സമയമില്ല. ഞാൻ എന്തായാലും നമുക്ക് നോക്കാം. ഇത് നെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ, അത് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചാർട്ട് കിട്ടി. ഈ ചാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് കെയ്സൺ ഹോളിസ്റ്റിക് ഇവാലുവേഷൻ റഡാർ ചാർട്ട് ഓഫ് പേഴ്സണൽ അസസ്മെന്റ് ആണ് കേട്ടോ. അത് പേഴ്സണൽ അസസ്മെന്റ് ആണ്. ഡയമെൻഷൻ ഒക്കെ എടുത്തത് പേഴ്സണൽ ലെവലിലാണ്, അതുകൊണ്ടാണ് പേഴ്സണൽ റഡാർ ചാർട്ട്. ഇപ്പൊ ഇതാണ് പേഴ്സണൽ റഡാർ ചാർട്ട്. ഇനി നോക്കുക, ഇത് നമ്മൾ സെന്ററിൽ നിൽക്കുമ്പോഴാണോ ഏറ്റവും ഔട്ടറിലേക്ക് പോകുമ്പോഴാണോ നമ്മൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക? ഔട്ടറിലേക്ക് യെസ്. പോകുമ്പോഴാണ് ബെറ്റർ. ഓക്കെ, വെരി ഗുഡ്. ഔട്ടറിലേക്ക് പോകുമ്പോഴാണ് വെരി ഗുഡ് മറ്റേ ഇമ്പ്രൂവ്മെന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ സെന്ററിലേക്ക് പോകുന്തോറും വി ഹാവ് നോ ഇമ്പ്രൂവ്മെന്റ് എന്നാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റെപ്പ് ഇതിപ്പോ ഒരു ചാർട്ട് ഞാൻ കാണിച്ചെന്നുള്ളത് മൈന്യൂട്ട് ഇമ്പ്രൂവ്മെന്റ് വരെ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എന്ത് ഒരു നമുക്ക് പെർസെന്റേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മൈന്യൂട്ട് ആയിട്ട് ഡോട്ട് ഇട്ട് പോവാം. അപ്പൊ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മന്തിൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സ്റ്റെപ്പ് വൈസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണ് റഡാർ ചാർട്ട് എന്ന് ഇതിനെ പറയാൻ കാരണം വെച്ചാല് ഫ്രം സെന്റർ, റഡാർ അങ്ങനെയല്ലേ, ഫ്രം സെന്ററിൽ നിന്ന് ഔട്ടറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മൂവ്മെന്റ് അങ്ങനെയാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ചാർട്ടാണ്. അതുപോലെ തന്നെ ഇതിനെ സ്പൈഡർ ചാർട്ട് എന്നും വെബ് ചാർട്ട് എന്നും ഒക്കെ പറയും. സ്പൈഡർ ചാർട്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് നോക്ക്, ഇതിങ്ങനെ നോക്കിയേ, ഇതൊരു സ്പൈഡർ വെബ് പോലെയല്ലേ, സ്പൈഡർ വെബ് പോലെ. ഇതിനകത്ത് ഒരുപാട് ചാർട്ട് വരച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ചാർട്ട് എത്ര വേണമെങ്കിലും സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ പോകാം. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അത് താഴേക്കും പോരും. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടിരിക്കും. ഇതുപോലെ ഒരു വെബ് ചാർട്ട് അല്ലെങ്കിൽ റഡാർ ചാർട്ട് നമ്മളുടെ പേഴ്സണൽ അസസ്മെന്റ് ചാർട്ടാണിത്. അപ്പൊ അത് എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, വിചാരിക്കട്ടെ. ഓക്കെ ആണ്? ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ സമയമാണ് പ്രശ്നം. അപ്പൊ 6 o'clock ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് റഡാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂസ് അസസ്മെന്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇത് വേറൊരു റഡാർ ചാർട്ട് ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പേഴ്സണൽ അസസ്മെന്റ്, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, നമ്മുടെ ലീഡർഷിപ്പ്, ഓരോ പേഴ്സണും ഇങ്ങനെ ഒരു റഡാർ ചാർട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോ എടുക്കുമ്പോൾ ഡേ ബൈ ഡേ എടുക്കണമെന്നൊന്നുമില്ല, ഒരു 6 month അല്ലെങ്കിൽ 1 year, 6 month ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ 1 month എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ ചാർട്ട് എവിടെ നിൽക്കുന്നു, നമ്മുടെ ഓരോ
ഓരോ ലെവലിൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് പ്രോഗ്രസ് ആവശ്യം. അപ്പൊ അത് സെന്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റഡാർ ചാർട്ട് എങ്ങനെയാണ്, ഹൗ ടു റീഡ് എ റഡാർ ചാർട്ട്. ഒരു റഡാർ ചാർട്ട് കണ്ടാൽ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് എ റഡാർ ചാർട്ട് എന്ന്. അപ്പൊ എ ലാർജർ മോർ ബാലൻസ്ഡ് ഷേപ്പ്. അപ്പൊ നമ്മൾ വലിയൊരു ബാലൻസ്ഡ് ഷേപ്പിലാണെങ്കിൽ എന്താണ്, ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി നീഡ് സംവാട്ട്, അതായത് സ്മോൾ ആണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം എന്നാണ്. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല, നമ്മൾ ഓക്കെ ആണെന്നാണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇന്നറിലേക്ക് പോയാൽ നമുക്ക് വി നീഡ് ഇമ്പ്രൂവ്മെന്റ് അല്ലെ. ഇതൊക്കെ ഗുഡ് ക്വാളിറ്റീസ് ആണല്ലോ, ഒന്നും മോശം ക്വാളിറ്റീസ് അല്ല. ഈ 10 ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്ലാം നല്ലതാണ്, ഒന്നും മോശമല്ല. അപ്പൊ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓരോ പേഴ്സണും ഈ ഒരു ക്വാളിറ്റി ഉണ്ടായേ മതിയാവും. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മുടെ ഈ ചാർട്ടിൽ നമ്മൾ ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ ഇതിനകത്തൊക്കെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഉള്ളിലേക്ക് പോയാൽ ഇന്നറിലേക്ക് പോയി കഴിഞ്ഞാൽ വി നീഡ് ഇമ്പ്രൂവ്മെന്റ് ആണ്. ഏകദേശം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ഒരു ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ, ബാലൻസ്ഡ് ഷേപ്പ് ആണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഔട്ടർ മോസ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അപ്പൊ സർക്കിൾ ആവുമ്പോഴാണ് നമ്മൾ പെർഫെക്ഷൻ ഉണ്ടാകുക. അപ്പൊ 100 ഔട്ട് ഓഫ് 100 കിട്ടണമെങ്കിൽ ഔട്ടർ മോസ്റ്റിലേക്ക് വരണം. റഡാർ ചാർട്ട് ഓവർ ടൈം ഷോസ്. ഇനി നമ്മൾ ടൈമിലി ഒത്തിരി റഡാർ ചാർട്ട് വരച്ച് നമുക്ക് ഇത് അസസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എത്രയുണ്ട് എന്നത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ വ്യക്തിയും ഇത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു റഡാർ ചാർട്ട് ഒരാളുടെ എടുത്താൽ ആ വ്യക്തി എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് അസസ് ചെയ്യാം. അടുത്ത ആളുടെ റഡാർ ചാർട്ട് എടുത്താൽ ആ വ്യക്തി എവിടെ നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ലെവലിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയെ കുറിച്ചിട്ടുള്ള അസസ്മെന്റിന് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് ദിസ് റഡാർ ചാർട്ട്. നമ്മുടെ ഇവിടെയൊക്കെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ടൂളാണല്ലോ അസസ്മെന്റ് ടൂള്. അപ്പൊ ഈ ഹിസ്റ്റോഗ്രാം ഒക്കെ പോലെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഹിസ്റ്റോഗ്രാം ഒക്കെ നമുക്ക് വരയ്ക്കല്ലോ. നമുക്ക് കണക്കിന് എത്ര മാർക്ക് കിട്ടി, ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി, അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്. അതുപോലെ തന്നെയാണ് റഡാർ ചാർട്ട്. ഇത് കാണുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് എവിടെ വരുത്തണം എന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാം. ആൻഡ് സപ്പോർട്ട് ടീം ഡിസ്കഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ. നമുക്ക് തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് സാധിക്കും. ഒരു എന്താ പറയുക, ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എവിടെ നിൽക്കുന്നു എന്ന് കാണാനും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ അത് കൊണ്ടുവരാനും എല്ലാം സാധിക്കുന്ന ഒരു ചാർട്ടാണ്. റിമൈൻസ് us Kaizen-Rad chart reminds us that excellence is not achieved by improving one area alone, but by making steady balanced improvement across every aspects of our work. ഇതിനകത്ത് 10 ആസ്പെക്ട്സ് കാണിക്കുന്നത്, 10 ഡയമെൻഷൻസ് കാണിക്കുന്നത്. ഒരിടത്ത് മാത്രം ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കൊരു ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ഡയമെൻഷൻസിലും വി നീഡ് ഈക്വൽ ആൻഡ് സ്റ്റഡി ഇമ്പ്രൂവ്മെന്റ്. അതാണ് ഈ റഡാർ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്കൊന്നും നേരമില്ല. നമുക്കത് ചെയ്യാൻ വേണമെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം, നിങ്ങൾ ഇതുപോലെ ഒരു റഡാർ ചാർട്ട് വരച്ചു നോക്കുക. എന്നിട്ട് നോക്കുക, ഓക്കെ എനിക്ക് എവിടെ ഇമ്പ്രൂവ്മെന്റ് വേണം. നമ്മളിപ്പോ എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ സ്മോൾ ഇമ്പ്രൂവ്മെന്റ് ക്യാൻ ബി മേക്ക് ടുഡേ, ഇന്ന് ഞാൻ എന്ത് ചെയ്യാം എന്ന് നമുക്ക് അസസ് ചെയ്യാം. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഹൗ വിൽ ബി മെഷർ സക്സസ്, റൈറ്റ് എ കൈസൻ ഐഡിയ ഓർ എ സ്റ്റിക്കി നോട്ട് ആൻഡ് ഷെയർ ഇറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ എവിടെ കൊണ്ടുവരണം എന്നുള്ളത് അസസ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി നമുക്കത് ഷെയർ ചെയ്യാനും സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ വരുന്നത്. നമുക്ക് അതിന്റെ ചലഞ്ചസ് എന്താണെന്ന് നോക്കാം. എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, നമ്മളിപ്പോ ഞാൻ വർക്ക് ചെയ്ത സ്ഥലം എടുത്ത് നോക്കിയാൽ ആർക്കും ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ റിട്ടയർ ചെയ്ത് അത്രയും സന്തോഷം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളുടെ ആളുകൾ. നമ്മുടെ ഒരു കൾച്ചറിന്റെ പ്രത്യേകതയായിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി പിടിക്കേണ്ട ഒരു കാലഘട്ടം
അധികമായിരിക്കുകയാണ്. അപ്പൊ നമ്മളെപ്പോഴും ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പുവർ ലീഡർഷിപ്പ് സപ്പോർട്ട്, ഫിയർ ഓഫ് ഫെയിലിയർ, ലാക്ക് ഓഫ് ട്രെയിനിങ്, ഇത്തരത്തില് നമ്മൾ ഏതൊരു മേഖലയിലും ട്രെയിനിങ് അത്യാവശ്യമാണ്. ഈ ട്രെയിനിങ്ങും ലീഡർഷിപ്പും സപ്പോർട്ടും എല്ലാം കൊടുത്താൽ മാത്രമേ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എൻകറേജ്, നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക, ഇമ്പ്രൂവ്മെന്റ്സ് എവിടെ വേണമെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. ചെറിയ ചെറിയ സക്സസ് ഉണ്ടാകുമ്പോൾ ഓരോ ജീവനക്കാരനെ അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പന്റിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവരുടെ സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റ്, ഇതൊരു ചെറിയ ചാർട്ടാണെങ്കിലും വളരെ പവർഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ടേക്ക് അവേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കെയ്സൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എന്താണ് കെയ്സൺ ചാർട്ട് എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ സക്സസ് കൊണ്ടുവരിക, ഇംപ്രൂവ്സ് ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, ടീം വർക്ക്, അവർ കണ്ടിന്യൂസ് ലേണിംഗ് ഒക്കെ മൂലം നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും എവിടെയായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായാലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഇൻഡസ്ട്രി, ഓർഗനൈസേഷൻ, ഏതൊരു മേഖല എടുത്താലും ഹൗ വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ഫോർ ദി സ്റ്റെപ്പ് വൈസ് ഇംപ്രൂവ്മെന്റ് ക്യാൻ ബി അവർ എയിം ആൻഡ് വി ക്യാൻ get a success life അല്ലെങ്കിൽ സക്സസ്ഫുൾ ലൈഫ് ഓർ ദി എനി സക്സസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ഗോൾ. ഗ്രേറ്റ് തിങ്സ് ആർ നോട്ട് ഡൺ ബൈ വൺ ജേർണലി. ഇപ്പോൾ ഒരു ഒറ്റ ചാട്ടത്തിനൊന്നും നമുക്കൊരു സക്സസ് അല്ലെങ്കിൽ ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് by small many steps taken consistently, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു റഡാർ ചാർട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഫോർ ദീസ് കമ്പനിയാണ്, ക്വാളിറ്റി, കോസ്റ്റ്, ഡെലിവറി, അങ്ങനെ ഡിഫറെന്റ് ഡൈമെൻഷൻസ് ഓരോന്നിനും വരും. ഇതിപ്പോ ഞാൻ ഒരെണ്ണം കാണിച്ചെന്നുള്ളൂ, പേഴ്സണൽ അസസ്മെന്റ് ആണ്. ഇത് വേറൊരെണ്ണത്തിന്റെ കമ്പനിയുടെ ഒരു അസസ്മെന്റ് ആണ്, ഓർഗനൈസേഷൻ ലെവലില്. അങ്ങനെ ഡിഫറെന്റ് ഡൈമെൻഷൻസ് വെച്ചിട്ട് we can draw this radar chart and we can assess the continuous improvement from this radar chart. That is the aim of this radar chart. അപ്പൊ ഈ ടൂൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ടൈമൊക്കെ ഓവറായി, ഇനി അധികം സംസാരിക്കാനും നേരമില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവരും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇനി നിങ്ങൾക്കത് ഫർദർ അറിയണം എന്ന് തോന്നിയാൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. we will get different types of radar chart there. radar chart or web chart or spider chart, അതാണ് അതിന്റെ നെയിം. കെയ്സൺ റഡാർ ചാർട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് അംബിക മാം. ആക്ച്വലി ഈ കൈസനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ റഡാർ ചാർട്ടിന്റെ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ലായിരുന്നു. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. ഓർഗനൈസേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രയോജനം വരുന്നതെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു സെൽഫ് അസസ്മെന്റിന്റെ അത് ചെയ്തത് വളരെ പ്രയോജനപ്പെട്ടു. കാരണം എല്ലാവർക്കും അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. പിന്നെ സ്മോൾ കൺസിസ്റ്റന്റ് സ്റ്റെപ്സ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുക എന്നുള്ളതാണ്, നിൽക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളതല്ല, ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം അതിന് ഒരു ഐ ഓപ്പണിംഗ് ആണ്. വെയർ ക്യാൻ വി ഇംപ്രൂവ്, പേഴ്സണൽ ലൈഫിലാണേലും ഏത് ഏരിയയിലാണേലും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇതിന് ഈ 10 ഡയമെൻഷൻസ് ഉള്ളത് കൊണ്ട് ഏത് ഏരിയയിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും വൈഡാണ്. സോ വെരി ഗുഡ് തിങ്. good thing that people can apply it not just in industry but in personal life എന്നുള്ളത്. So because it's a reminder, just like what you showed there, excellence is not achieved by improvement in one area. all these areas improvement വരുമ്പോഴാണ് എക്സലൻസ് വരുന്നത് എന്നുള്ള ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, ഒരു റിമൈൻഡർ ആണ് തന്നത്. സോ താങ്ക് യു വെരി മച്ച്. വെൽ പ്രസന്റഡ്. താങ്ക് യു സുസൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ് അംബിക മാം. റൗഫാണല്ലേ, സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവും. ഞാൻ മുമ്പ് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. ആക്സിലും ഡ്രൈവ് ഷാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു ലീൻ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. ഈ ടൊയോട്ടനെ കൊണ്ടുവന്നത് 1950s. എനിക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, 6 സിഗ്മ എന്ന് പറയും.
ഓക്കെ. ലീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രോസസ്സിന് എഫിഷ്യൻസി ഇല്ലായിക, അതായത് അസംബ്ലി ലൈൻ എന്ന് പറയും. ഈ മെറ്റീരിയൽസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നത്. ഇപ്പൊ കാറിന്റെ ഷോപ്പ് ആണെങ്കിൽ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിങ്ങനെ ഒരു ബെൽറ്റിൽ കൂടെ ഇങ്ങനെ പോയി അവസാനം അത് കാറായി മാറും. അതൊന്നും എഫിഷ്യൻസി ഇല്ലായിക. പിന്നെ വേസ്റ്റ്, ഇത് രണ്ടുമാണ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പൊ ഈ വേസ്റ്റിനായിട്ട് ജിഡോക്ക, അതുപോലെ ജസ്റ്റ് ഇൻ ടൈം എന്നൊക്കെ പറയുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്. പ്രോസസ് എഫിഷ്യൻസിക്കുള്ള ടെക്നിക്കാണ് കൈസൺ എന്ന് പറയുന്നത്. ഞാൻ ഒരു 5-8 വർഷം മുമ്പ് പഠിച്ചതാണ്. എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു ഇപ്പൊ മാമിന്റെ ക്ലാസ് കേട്ടപ്പോ. താങ്ക് യു സർ, താങ്ക് യു. അന്ന് നമ്മൾ ഇതുപോലെ എല്ലാ എനിക്ക് പ്രോസസ് എഫിഷ്യൻസിക്ക് ആയിട്ട് ഈ പറയുന്ന ചാർട്ടുകളൊക്കെ വരയ്ക്കും, എല്ലാം നോട്ട് ചെയ്യും. ഞങ്ങൾ ഷോപ്പ് ഫ്ലോറിലെല്ലാം പോയിട്ട് ഇവരെങ്ങനെയാണ് ഇവരൊക്കെ ഇവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ് നിൽക്കുന്നത്, ഇവരെങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇവരുടെ ഷിഫ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യുന്നത്. കുറെ സംഭവങ്ങൾ ഉണ്ട് അതിനകത്ത് എനിക്ക്. പക്ഷെ ഇത് ഈ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് അന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് നമ്മൾ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാന്നുള്ളത് മാത്രമാണല്ലോ ചിന്തിക്കുക. എന്തായാലും എനിക്ക് നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. ഞാനിപ്പോ എന്റെ പഴയ സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. എനിക്ക് കേസിന് നന്നായി സർ. സ്കോറാണ് കിട്ടിയത് അന്ന് എക്സാം എഴുതിയിട്ട്. ഓക്കെ, ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു സർ. സാറ് നല്ലൊരു സാറ് ടോപ്പിക്. പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാനും ഇങ്ങനെ ഒരു സ്കൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ട്രെയിനിങ്ങിന്റെ സമയത്ത്. ഞങ്ങൾ സർവീസിലിരിക്കുമ്പോൾ, ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, പക്ഷെ എന്നാലും ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറ് പറഞ്ഞപ്പോൾ ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അതിന്റെ പെയിന്റിംഗ് ഒക്കെ ഭയങ്കര രസമാണല്ലോ, ഡിപ്പിംഗ് ആണല്ലോ പെയിന്റിംഗ് ഒക്കെ, അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു. നല്ല രസമാണ് ഞാന് അതൊക്കെ കാണാൻ. 2019 ഇവിടെ മിഷിഗനില് ഡിട്രോയിറ്റില് ടൊയോട്ടയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഈ മാനുഫാക്ചറിങ് പ്ലാന്റ്. അതിനകത്ത് ഈ മാം പറഞ്ഞ പോലെ തന്നെ പെയിന്റിംഗ് ഉണ്ട്, ഡോറ് ഫിറ്റ് ചെയ്യുന്നത് എല്ലാം ഉണ്ട് അവരുടെ. എല്ലാം ഒരു ഈ പറഞ്ഞ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ അങ്ങനെ പോകും, ഓരോന്ന് ആഡ് ചെയ്ത് ഫൈനലി നമുക്ക് കാണുന്ന രൂപത്തിലുള്ള പ്രൊഡക്റ്റ് ആവും എന്നുള്ളതാണ്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അംബിക മാം. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. കൈസ് റഡാർ ചാർട്ട്, അതായത് സ്മോൾ ഇംപ്രൂവ്മെന്റ് എവരിഡേ ലീഡ്സ് ടു റിമാർക്കബിൾ സക്സസ്. കാരണം എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ ഇതിലെ തന്നെ ജാപ്പാനീസ് ഇൻഡസ്ട്രിയിൽ മാം സൂചിപ്പിച്ചില്ലേ, ടൊയോട്ട, ഹോണ്ട, മിറ്റ്സുബിഷി, ആ ഒരു കമ്പനിയിലാണ് പുറത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേകതയെ കുറിച്ച് ഞാനും പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ ലീവിന് വരുമ്പോ അവരുടെയൊക്കെ മീറ്റിംഗ് നടക്കുമ്പോഴേ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓരോന്ന് സൂചിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ്. നല്ല രീതിയിൽ തന്നെ മാം അതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും പോയി, അതിന്റെ പ്ലാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ തന്നെ ആ ചാർട്ടിൽ കൂടി സെൽഫ് അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ എല്ലാ രീതിയിലും മാം കവർ ചെയ്ത് തന്നെ പോയത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു റീന മാം. എനിക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടിയത് വേറൊരാളുടെ പ്രസന്റേഷൻ കേട്ടപ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് കൊള്ളാലോ. പിന്നെ ഞാനും ഇൻഡസ്ട്രിയും എഞ്ചിനീയറിംഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ എത്ര ഭംഗിയായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നാണ്. നമ്മള് ഞാനൊക്കെ ഗവൺമെന്റ് സെക്ടറിലായിരുന്നു, പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞവര് പലരും ഇങ്ങനെ ചേഞ്ചസ് ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ്. എവിടെ കയറുന്നോ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നുള്ള താല്പര്യക്കാരാണ്. ഞാനത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഈ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ വളരെയധികം ഭംഗിയായിട്ട് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അവർ ഓരോ ഡേ ടു ഡേ അവരുടെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യണവരാണ്. അപ്പൊ അതൊക്കെ അവരുടെ സക്സസ് അവിടെയാണ് വരുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് ടോപ്പിക് സെലക്ട് ചെയ്തത്. താങ്ക് യു റീന. എല്ലാ കാര്യത്തിനും നല്ല ഡിസിപ്ലിൻ ആണ്, ഈവൻ സാലറി വരെ. ഇപ്പം ഗൾഫുകാരൊക്കെ വന്ന ആ സമയത്തെ അവർക്കൊക്കെ അതിൻ്റെതായ പ്രൊട്ടക്ഷൻ അത് കീപ്പ് ചെയ്തു. അത്ര നല്ല കറക്റ്റ് ആണ്. അവരുടെ ആ ഒരു ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു അസസ്മെന്റും എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും. താങ്ക് യു. താങ്ക് യു അംബിക മാം. എന്തായാലും റഡാർ ചാർട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമുക്കത് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ഏരിയ അറിയാം, സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ ഇടയ്ക്ക് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യണത് നല്ലതാണല്ലോ. അപ്പൊ ഈ ഒരു ചാർട്ട് മൊത്തം നമുക്കൊരു വിഷ്വൽ ആയിട്ടാണല്ലോ കിട്ടുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാനിപ്പോ ആലോചിക്കായിരുന്നു, പേഴ്സണൽ ലൈഫിലും നമുക്ക്
അതുപോലെ തന്നെ ഞാൻ ട്യൂഷനിലെ കുട്ടികൾക്ക് വേണ്ടൊക്കെ ഒന്ന് വരപ്പിച്ച് നോക്കണം. കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട്, അതായത് ഞാനിപ്പോ ഡെയിലി അവരുടെ അടുത്ത് ഒരു 1.5 മണിക്കൂറെങ്കിലും വീട്ടില് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഉം. കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് വരപ്പിക്കണം. അപ്പൊ അവർക്കൊരു ഇത് കിട്ടുമല്ലോ, ഇടക്ക് അങ്ങനെ ഓക്കെ, ഓഫ് വരപ്പിച്ച് കോഴ്സ്. നോക്കണം. നമുക്ക് ഡയമെൻഷൻസ് നമുക്ക് തന്നെ ഇടാം കേട്ടോ. നമുക്ക് ഡയമെൻഷൻസ് ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇടാം. കുട്ടികളുടെ ആകുമ്പോൾ അതെ ഡയമെൻഷൻ അതായത് മാറ്റി ഇടാലോ. അതെ അതെ നമ്മളുടെ ഏരിയ അനുസരിച്ച് ഡയമെൻഷൻസ് മാറ്റി കൊടുക്കാം. ഇടാം. ഇപ്പൊ പേഴ്സണൽ ഉം, ഉം. ലൈഫിലായാലും നമ്മളുടെ കരിയറിലായാലും അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വരച്ചു നോക്കണം. എന്തായാലും നല്ല വരപ്പിക്കണേ, കുട്ടികളെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. അതെ പിന്നെ താങ്ക് യു സോ കമ്പാരിസനും മച്ച്. എളുപ്പമാണ്. ഈ ചാർട്ട് നോക്കിയാതില്ലോ, കുട്ടികളുടെ ചാർട്ട് നോക്കിയാൽ മതി, അതെ കമ്പാരിസൺ അതെ ഈസിയാ എവിടെ നിൽക്കുന്നു എന്ന് അറിയാം. ഇഷ്ടായി. ഒരു ഓക്കെ, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാലോ. താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക് യു സജന മാം. സജന മാം പോയോ? ഇല്ല, പോയിട്ടില്ല മാം. ആ. ഇനി ആർക്കെങ്കിലും എന്തായാലും അടിപൊളി പ്രസന്റേഷനും ആയിരുന്നു. മറ്റേ സ്ലൈഡുകളൊക്കെ വെച്ച കാരണം കൊണ്ട് നന്നായിട്ട് തന്നെ മനസ്സിലായി. ക്ലിയർ ആയിട്ട് അതിൽ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ടൈം നമുക്കൊരു പ്രോബ്ലം ആണല്ലോ. അതെ പക്ഷെ അത് കുഴപ്പമില്ല, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും. സോ ഓക്കെ, അത് താങ്ക് യു. പി പി ടിയും കൂടെ ഉണ്ടായിരുന്നോണ്ട് ക്ലിയർ PPT ആയിട്ട് അത് അല്ലെങ്കിൽ ഇതങ്ങനെ പറഞ്ഞു പോയാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല, മനസ്സിലാവത്തില്ല. എന്താണെന്നൊന്നും പിടിയിട്ടില്ല. അത് ആ വിഷ്വൽ ഇതും കൂടെ വന്നപ്പോഴത്തേന് കുറച്ചും കൂടെ ഐ മീൻ നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നതിലും നല്ലത് ബേസിക് ആയിട്ട് അതെ, ഓക്കെ. മനസ്സിലാക്കുന്നതാണ്. സോ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ് ഇതുപോലെ, ഞാനൊരു ക്ലാസ് കേട്ടതാണ്, പക്ഷെ അത് ഇതുപോലെ PPT ഒന്നും ഉണ്ടായില്ല, ചുമ്മാ പറഞ്ഞു പോയി. അപ്പൊ എനിക്ക് തോന്നി ഇത് എങ്ങനെയാണ് ഇതെന്ന്. പിന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് വാട്ട് ഇറ്റ് ഈസ് എന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന്. അങ്ങനെയാണ് ഞാനത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യം ചെയ്തതാണ്. അല്ലാണ്ട് അവര് അങ്ങനെ PPT ഒന്നും കാണിച്ചു തന്നില്ലായിരുന്നു. വലിയൊരു കാര്യമല്ല, എങ്കിലും നമ്മളത് സെർച്ച് ചെയ്തു, എന്നിട്ടാണ് കണ്ടെത്തിയത് കൊള്ളാലോ എന്ന്. ഓക്കെ, താങ്ക് യു. ഗുഡ് വർക്ക്, ഗുഡ് എഫേർട്ട്. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പൊ താങ്ക് നമുക്ക് യു മാം. വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. അതെ അപ്പൊ നമുക്ക് end up ചെയ്യാം. താങ്ക് യു അത് താങ്ക് യു. ഓക്കെ, wishing താങ്ക് യു മാം. everybody a very good day, good morning and a very Bye. good day. Bye bye. Thank you. Yes, bye bye.